ഹലോ, ഞാൻ ഇന്ന് ചിക്കൻ അഫ്ഗാനി കോസ്റ്റയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എല്ലാം മാറ്റിയ ചിക്കൻ്റെ പീസ് കുറച്ചെടുത്ത ശേഷം അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കാം. അതിലേക്ക് പച്ചമുളക്, സവാള എന്നിവ ചേർത്തിട്ട് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. എന്നിട്ട് അതിലേക്ക് ഉപ്പ് പാകത്തിന്, മല്ലിയില, ക്രഷ് ചെയ്ത ഉണക്കമുളക്, അല്പം മഞ്ഞൾപ്പൊടി, ജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, കുറച്ച് കടലമാവും കൂടി ചേർത്തിട്ട് ഇതേപോലെ ഉരുളകളായിട്ട് വെക്കാം. അതിനുശേഷം ഒരു പാൻ ചൂടാക്കാം. ഈ ഉരുളകൾ പൊരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഉരുള പൊരിക്കാനായിട്ട് നന്നായിട്ട് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഓരോ ഉരുളകളായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഈ ഉരുളകളൊക്കെ ബ്രൗൺ കളർ ആയി കഴിയുമ്പോൾ അത് അപ്പുറത്തോട്ട് മറിച്ചിടുക. അപ്പുറത്തെ സൈഡ് മുരിയാൻ വേണ്ടിയിട്ടാണ്. ഇതേപോലെ ബ്രൗൺ കളർ ആവണ വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ ഇതെപ്പോഴും കുക്ക് ചെയ്യുമ്പോൾ ലോ ഫ്ലെയിമിലായിരിക്കും ഇടേണ്ടത്, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഇതേപോലെ എല്ലാ സൈഡും ഇതേപോലെ മുരിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രൗൺ കളർ ആയി കഴിഞ്ഞാൽ അതൊരു പാത്രത്തിലേക്ക് നമുക്ക് മാറ്റാം. ഇനി നമ്മൾക്കൊരു പേസ്റ്റാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ആ പേസ്റ്റിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു സവാള, അതുപോലെ തന്നെ അണ്ടിപ്പരിപ്പ്, കൊറിയൻഡർ ലീഫ്, അതിൻ്റെ കൊറിയൻഡറിൻ്റെ തണ്ട് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇതെല്ലാം കൂടിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് മിക്സിയിൽ ഇത് അടിച്ചെടുക്കേണ്ടതാണ്. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട സ്പൈസസ്: ഗ്രാമ്പൂ, ഏലക്കായ, കറുകപ്പട്ട, പെരിഞ്ജീരകം, കുറച്ച് കുരുമുളക്. അടുത്തതായിട്ട് ഫൈനൽ സ്റ്റേജ് ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെറിയൊരു പാൻ എടുത്തിട്ട് നേരത്തെ ഉരുളകളായിട്ട് പൊരിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ പൊരിച്ച എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച സ്പൈസസ് ആയിട്ടുള്ള കുരുമുളക്, കറുകപ്പട്ട, പെരിഞ്ജീരകം എല്ലാം കൂട്ടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ കൂടി പച്ചമണം മാറിക്കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മിക്സിയിൽ അടിച്ചു വെച്ചിട്ടുള്ള ഒരു പേസ്റ്റ് ഇല്ലേ, ആ പേസ്റ്റ് നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി ആ ബൗളിലേക്ക് എണ്ണയിട്ട് കുറച്ച് നേരിയ ചൂടിൽ വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് മൂടി വെച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വേവിക്കാം. ലോ ഫ്ലെയിമിലായിരിക്കണം കേട്ടോ, അല്ലെങ്കിൽ അടി പിടിക്കും. ഇടയ്ക്കൊക്കെ ഒന്ന് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് കുറുകിയൊക്കെ വന്നിട്ടുണ്ട്. കുറുകി വന്ന സമയത്ത് ഇതിലേക്ക് ജീരകം പൊടിച്ചതിട്ട് കൊടുക്കാം. അതിനുശേഷം മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. കുരുമുളകും പൊടിച്ചതിട്ട് കൊടുക്കാം. ഇതെല്ലാം കൂട്ടിയിട്ട് ഇതിലോട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് ഇങ്ങനെ എടുക്കാം കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യണേ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. പോരാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വീണ്ടും ഉപ്പിടാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഇളക്കിയതിന് ശേഷം കുറച്ച് തൈര്, ഒരു സ്പൂൺ തൈര് ഇതിൽ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇളക്കാം. അതിലേക്ക് നമ്മൾ നേരത്തെ പൊരിച്ച് വെച്ചിട്ടുള്ള മറ്റേ ചിക്കൻ്റെ ആ ഒരു ഉരുളകൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് എല്ലായിടത്തും മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ആ ഒരു ഗ്രേവി ആവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിലേക്ക് ഞാൻ ഇളം ചൂടായിട്ടുള്ളൊരു വെള്ളമാണ് കേട്ടോ. ഇളം ചൂട് വെള്ളം തന്നെ എടുക്കണം. പച്ചവെള്ളം ഒഴിക്കരുത്, അപ്പോൾ പച്ചമണം വരും. അപ്പോൾ പച്ചവെള്ളമല്ല, അല്ലാതെ ഇതേപോലെ നല്ല ചൂടായിട്ടുള്ള ഒരു ചെറിയൊരു ഇളം ചൂടായിട്ടുള്ളൊരു വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് മൂടി വെക്കാം. അപ്പോൾ മൂടി തുറന്നു കഴിഞ്ഞപ്പോൾ നന്നായിട്ട് ഇങ്ങനെ കുറുകി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി നോക്കാം. ലോ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്യേണ്ടത്. ലാസ്റ്റ് നമ്മൾ അതിൻ്റെ മുകളിലായിട്ട് കസൂരി മേത്തി ഒന്നിട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു 3-4 മുളക് അങ്ങനെ തന്നെ കീറരുത്, അങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. പിന്നെ അതിലേക്ക് കുറച്ച് ഗരം മസാലയുടെ പൊടി ഒന്ന് തൂവി കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലാണ് നമ്മളിത് കുക്ക് ചെയ്യേണ്ടത്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ലാസ്റ്റായിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഫ്രഷ് ക്രീം, അത് ഓപ്ഷനാണ്,
ഇഷ്ടമില്ലാത്തൊരു ഇടണ്ട. ഫ്രഷ് ക്രീം ഇട്ടിട്ട് നല്ല പോലെ ഇത് ഇനി ഇളക്കിയെടുക്കാം. അറ്റ് ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയില ഇങ്ങനെ തൂവി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചിക്കൻ അഫ്ഗാനി കോഫ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്യണം. കുബൂസിൻ്റെയും ചപ്പാത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ബൈ.